Good morning, students. നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം മീൻസ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയ ഇൻവോൾവിംഗ് കെമിക്കൽ പ്രോസസ്. ഒരു കെമിക്കൽ റിയാക്ഷനിലെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് സ്റ്റേറ്റ് അല്ല, അനങ്ങാതിരിക്കുന്ന സിസ്റ്റം അല്ല, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഡൈനാമിക് ആയ ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷേ ഓൾ ദി മെഷറബിൾ പ്രോപ്പർട്ടീസ് ആർ കോൺസ്റ്റന്റ്. മെഷറബിൾ ആയിട്ട് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാവുന്ന എല്ലാ പ്രോപ്പർട്ടീസും, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതൊരു ഡൈനാമിക് സിസ്റ്റം ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് ഈക്വൽ ആയതുകൊണ്ടാണ്. അവിടെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മൂവ് ചെയ്യുമ്പോൾ ഫോർവേഡിന്റെയും ബാക്ക്വേർഡിന്റെയും റേറ്റ് ഈക്വൽ ആയതുകൊണ്ടാണ് ഇത് ഡൈനാമിക് ആണെന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ക്ലോസ് സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. ഇക്വിലിബ്രിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ് സിസ്റ്റം. ഒരു ക്ലോസ് സിസ്റ്റത്തിലാണ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം മാറിപ്പോകും കേട്ടോ. Write the expression for equilibrium constant Kc for the reaction. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാനാണ് ചോദ്യം. ഇനി ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് ഐഡിയ വരണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറയുന്നത് ഇത്രയുള്ളൂ, പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻസ് ഓഫ് പ്രൊഡക്ട്സ്. ആരൊക്കെ പ്രൊഡക്റ്റുകളുണ്ടോ അവരുടെ എല്ലാം കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റുകൾ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ്. റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്ട്സ് കേട്ടോ. ഇത് രണ്ടും ചേരുന്നതാണ്, ഇതിന്റെ റേഷ്യോയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റുകൾ NO ഉണ്ട്, H2O ഉണ്ട്, അവരുടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് ബൈ ഇവിടെ റിയാക്ടന്റ് NH3O2 ഉണ്ട്, അവരുടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ്. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്, അതുകൂടെ ഓർത്തിരിക്കുക കേട്ടോ. Kc ഈക്വൽ ടു KF ബൈ KB എന്നൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. KF എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആണ് KF, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് KB. അവരുടെ റേഷ്യോയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്. ഈ രണ്ട് വാല്യൂ സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇതിന്റെ കേസ് എഴുതാണെങ്കിൽ അപ്പൊ ഇക്വേഷൻ നോക്കിയേ, ഇവിടെ പ്രൊഡക്റ്റുകൾ NOയും H2Oയും ആണ്. H2O ഗ്യാസ് ആണ്, ലിക്വിഡ് ആണെങ്കിൽ വേണ്ടിയിരുന്നില്ല. ലിക്വിഡിന്റെയും സോളിഡിന്റെയും കോൺസെൻട്രേഷൻ 1 ആണ്, യൂണിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് ഗ്യാസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NO. ഇനി NO എത്ര ഉണ്ട്? 4 നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് പവർ ആയിട്ട് എഴുതണം, റൈസ് ടു 4. ഇനി H2O ന്റെ കോൺസെൻട്രേഷൻ ഗ്യാസ് ആയതുകൊണ്ട് നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. H2O റൈസ് ടു 6, 6 മോൾസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ NH3 4 മോൾസ് ഉണ്ട്. റിയാക്ടന്റ് സൈഡിൽ NH3 ആണുള്ളത്, 4 മോൾസ് ഉണ്ട്, 4 റൈസ് ടു 4 എഴുതണം. ഇനി ഓക്സിജൻ ആണ് അടുത്തത്, O2 റൈസ് ടു 5. ഇതായിരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ. Kc ഈക്വൽ ടു NO റൈസ് ടു 4, H2O റൈസ് ടു 6 ബൈ NH3 റൈസ് ടു 4, O2 റൈസ് ടു 5. അതായത് ഇവരുടെ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റ്. ഇനി കോൺസെൻട്രേഷൻ ടേമുകളെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് റൈസ് ചെയ്യണം. അതായിരിക്കും കറക്റ്റ് എക്സ്പ്രഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ പറയും കേട്ടോ. ഇതാണ് ആൻസർ. ഓക്കെ, then next one, what happens to the value of the equilibrium constant K-C when the above reaction is reversed? ഇപ്പോൾ ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നമുക്ക് റിവേഴ്സ് എഴുതാം. റിവേഴ്സ് ചെയ്യാണ് 4NH3 plus 5O2 എന്നുള്ള തിരിച്ച് 4NO ആദ്യം എഴുതി, 4NO plus 6H2O ഇക്വിലിബ്രിയം എന്താണ് 4NH3 plus 5O2 എന്ന് എഴുതാണ്. അങ്ങനെയാണെങ്കിൽ K-C എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, 1/Kc ആയിരിക്കും കേട്ടോ. K-C ഈക്വൽ ടു എന്താണ്? 1/Kc ആയിരിക്കും. എന്ന് വെച്ചാൽ Kcയുടെ റെസിപ്രോക്കൽ ആണ് K-C. ഒരു ഇക്വേഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കിട്ടുന്ന പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പൊ K-C ഈക്വൽ ടു എന്തായിരിക്കും? 1/Kc എന്നാണ് ഇവിടെ ആൻസർ. വേറെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of equilibrium constant is useful to predict the extent of reaction. ഒരു റിയാക്ഷന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിനെ അറിയാൻ
ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ നോക്കിയാൽ മതി. ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ അറ്റ് എ ഗിവൺ സ്റ്റേജ്, ഒരു ഗിവൺ സ്റ്റേജിലെ ഡയറക്ഷൻ റിയാക്ഷൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ക്ലിയർ? അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാനാണ്, എക്സ്പ്ലെയിൻ. സിമ്പിൾ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ വാല്യൂ 10⁻³ ആണെങ്കിൽ 10⁻³ ഓർ എബവ്, അതിനേക്കാൾ കൂടുതലാണെങ്കിലോ ആ റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. റിയാക്ഷൻ എന്താണ്? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. കേട്ടോ? റിയാക്ഷൻ എന്താണ്? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? റിയാക്ഷൻ ഗോസ് ഓൺ കംപ്ലീഷൻ, തീരാൻ പോവാണ്. അപ്പൊ Kcയുടെ വാല്യൂ ഹൈ വാല്യൂ 10⁻³ ഓർ എബവ് ആണെങ്കിൽ the reaction almost complete, that means the reaction goes on completion. കേട്ടോ? ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? തീരാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? ഏതാണ്ട് ഇക്വിലിബ്രിയം അവിടെ തീർന്നു, അതായത് ഈ റിയാക്ഷൻ അവസാനിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. ക്ലിയർ? ഇനിയോ Kcയുടെ വാല്യൂ 10⁻³ ആണെങ്കിൽ 10⁻³ റേഞ്ചിലാണെങ്കിൽ, ക്ലിയർ? 10⁻³ റേഞ്ചിലാണെങ്കിൽ ആ റിയാക്ഷൻ എന്താണെന്നറിയോ? ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. റിയാക്ഷൻ ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അത് ഫോർവേഡ് റിയാക്ഷൻ മൂവ് ചെയ്യും. എന്ത് ചെയ്യും? അതിന് പോകാൻ പോകുന്ന ഫോർവേഡ് റിയാക്ഷനിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. കേട്ടോ? മൂവ്സ് ടുവേർഡ്സ് എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ. ക്ലിയർ? ടുവേർഡ്സ് ഫോർവേഡ് റിയാക്ഷനിൽ മൂവ് ചെയ്യും. ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ റിയാക്ഷൻ. എന്ന് വെച്ചാൽ ഏതാ? 10⁻³ എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അത് ഫോർവേഡ് റിയാക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ക്ലിയർ? ഇനി 10⁻³ 10⁻³ ഇടയ്ക്കാണെങ്കിൽ, ഈ രണ്ടിനും ഇടയ്ക്കാണെങ്കിൽ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം ആണ്. റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം ആണ്. ക്ലിയർ? റിയാക്ഷൻ എവിടെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്. മനസ്സിലായത്? ഇങ്ങനെയാണ് റിയാക്ഷന്റെ വേഗത ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ പ്രഡിക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ Kc എന്ന് പറയുന്നത് 10⁻³ ഓർ എബവ്, അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. റിയാക്ഷൻ ഏകദേശം തീർന്നു. ദാറ്റ് മീൻസ് goes on completion, തീരാൻ പോവുകയാണ്. ക്ലിയർ? ഇനി 10⁻³ അല്ലെങ്കിൽ അതിന്റെ പുറകിലെ ബിലോ ആണെങ്കിൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ടുവേർഡ്സ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ക്ലിയർ? ഇനി 10⁻³ to 10⁻³ ആണെങ്കിലോ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. റിയാക്ഷൻ എവിടെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്. മനസ്സിലായില്ലേ? ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ല, റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇതായിരിക്കും Kc വെച്ച് പറയുന്നത്. നമുക്ക് അടുത്ത Kc വെച്ച് പറയാൻ വേറൊരു വഴി കൂടിയുണ്ട്. ക്ലിയർ? അതുകൂടി ഇവിടെ പറഞ്ഞാലേ 3 മാർക്ക് കിട്ടുള്ളൂ. അതാണ് QC. QC എന്ന് പറയുന്നത് ഒരു റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് എനി ടൈം. ഏത് സമയത്തും QC എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് ആണ്. ഇക്വിലിബ്രിയത്തിൽ മാത്രമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആവുള്ളൂ. കേട്ടോ? അപ്പൊ ഏത് സമയത്തും QC റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയും. QCയുടെ പേരെന്താണ്? റിയാക്ഷൻ കോഷ്യന്റ്. റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് ഇതിന്റെ പേര്. QCയുടെ പേര് റിയാക്ഷൻ കോഷ്യന്റ്. അപ്പൊ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് എനി ടൈം. അതാണ്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് പറയാം. QC ഈക്വൽ ടു Kc ആണെങ്കിൽ, Kcയുടെ വില അറിയാലോ, QC ഈക്വൽ ടു Kc ആണെങ്കിൽ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ആണ്. റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. കേട്ടോ? റിയാക്ഷൻ എവിടെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്. മനസ്സിലായല്ലോ? റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം ആണ്. രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ്, QC ഗ്രേറ്റർ ദാൻ Kc ആണെങ്കിൽ, Kcയേക്കാൾ കൂടുതലാണ് QC എങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നാണ്. കേട്ടോ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, കാരണം ന്യൂമറേറ്റർ ആണ് കൂടുതൽ. ന്യൂമറേറ്റർ ആണ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് കൂടുതൽ എന്നാണ് ഏത്? QC ഹൈ വാല്യൂവിന്റെ അർത്ഥം. പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയാക്ടന്റ് ആണ്. പ്രൊഡക്റ്റ് റിയാക്ടന്റേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. കേട്ടോ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഫേവർ ചെയ്യുന്നു. ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രൊസീഡ്സ്. കേട്ടോ? അവിടെ എന്ത് നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇനി പ്രൊസീഡ് ചെയ്യും. ദെൻ അടുത്തത് മൂന്നാമത്തത്, QC ലെസ് ദാൻ Kc ആണെങ്കിൽ, QC ചെറുതാണെന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് ആണ് ഹൈ. അപ്പൊ എന്തുവരും? കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നാണ് മീനിങ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ലെസ് ദാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ?
റിയാക്ഷൻ ഏത് ഡയറക്ഷനിലേക്ക് ബാക്ക് എന്ത് ചെയ്യും, ഫോർവേഡ് റിയാക്ഷനിലേക്ക് മൂവ് ചെയ്യും. റിയാക്ഷൻ എന്ത് ചെയ്യും, ഫോർവേഡ് റിയാക്ഷനിലേക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നു. കേട്ടോ, ഇതായിരിക്കും സിഗ്നിഫിക്കൻസ്. മനസ്സിലായില്ലേ? ക്യൂസിയും കെസിയും ഈക്വൽ ആണെങ്കിൽ റിയാക്ഷൻ ഇസ് അറ്റ് ഇക്വിലിബ്രിയം. ക്യൂസി ഗ്രേറ്റർ ദാൻ കെസി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയാക്ടൻസ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. ക്യൂസി ലെസ് ദാൻ കെസി എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് ഹൈ, പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ റിയാക്ടൻസ്. ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ക്ലിയർ? ഈ രണ്ട് കാര്യങ്ങൾ എഴുതണം. അതായത് ക്യൂസിയുടെ വാല്യൂ കെസിയുടെ വാല്യൂ 10⁻³ അതിനേക്കാൾ കൂടുതലുമാണെങ്കിൽ റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ക്ലിയർ? ക്യൂസിയുടെ വാല്യൂ 10⁻³ അതിൽ താഴെയാണെങ്കിലോ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുന്നു, മുമ്പോട്ട് ഫോർവേഡ് റിയാക്ഷനും മൂവ് ചെയ്യും, ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അടുത്തത് ഇനിയോ 10⁻³ 10⁻³ ഇടയ്ക്കാണെങ്കിലോ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ്. ക്ലിയർ ആയത്? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് ക്യൂസി വെച്ചുകൊണ്ടാണ് റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താ, concentration of product by concentration of reactant at any time is called reaction quotient. If QC equal to Kc, the reaction is at equilibrium. If QC greater than Kc, product greater than reactants, that means the reaction favors backward direction. അടുത്തത് QC less than Kc, product less than reactants, that means the reaction proceeds in forward direction. Okay, ഇതാണ് 3 മാർക്കിന്റെ ആൻസർ. ക്ലിയർ ആയത്? Then derive the relationship between Kp and Kc of a gaseous reversible reaction. ഒരു gaseous reversible reaction Kp യും Kc തമ്മിലുള്ള റിലേഷൻ ഡിസ്കസ് ചെയ്യുക. ഡെറൈവ് ചെയ്യുക. നോക്കൂ, കൺസിഡർ എ gaseous reaction AA plus BB equilibrium with CC plus DD. എല്ലാം ഗ്യാസുകളാണ്. AA, BB, CC, DD. ABCD ക്യാപിറ്റൽസ് എന്ന് പറയുന്ന റിയാക്ടന്റുകളും അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളും അതായത് സബ്സ്റ്റൻസുകളും സ്മോൾ ABCD അവരുടെ നമ്പർ ഓഫ് മോൾസുമാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ Kc അറിയാം. Kc ഈക്വൽ ടു ഇങ്ങനെ പറയാം, കോൺസെൻട്രേഷൻ ഓഫ് C⁻C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D⁻D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻A ഇൻറ്റു B⁻B എന്നാണ്. ക്ലിയർ? ഈ സി എന്ന് പറയുന്ന കോൺസെൻട്രേഷനെ ബേസ് ചെയ്തുള്ളതിനാണ് Kc എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ആണ് Kc. Kp എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷർ ആണ് Kp. അപ്പൊ Kp എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷർ വെച്ച് പറയണം PC⁻C PD⁻D ഡിവൈഡ് ബൈ PA⁻A PB⁻B എന്നാണ്. PA⁻A PB⁻B വേർ P is the partial pressure. ഇതാണ് നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പ്രഷറും കോൺസെൻട്രേഷനുള്ള റിലേഷൻ ആണ് അറിയുന്നത്. അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പരിഗണിക്കുക. ക്ലിയർ? അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. നമ്മൾ പഠിച്ചിട്ടുണ്ട് PV is equal to nRT ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. Then P is equal to nRT by V എന്ന് എഴുതാം. P is equal to എന്താണ്? nRT by V ആണ്. ഇനി N by V എന്ന് പറഞ്ഞാലോ, ബട്ട് N by V equal to C ആണ്. C എന്താ? കോൺസെൻട്രേഷൻ ആണ് കേട്ടോ, മൊളാരിറ്റി ആണ്. N by V എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്ന് പറയുന്നത് മൊളാരിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആണ്. ക്ലിയർ? അപ്പൊ സി എന്ന് കൊടുക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ P is equal to CRT എന്ന് എഴുതാം. P is equal to എന്താണ്? CRT. CRT എന്താ? കോൺസെൻട്രേഷൻ ഇൻടു RT. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ PA എന്ന് പറഞ്ഞാലോ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻടു RT എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ A ഇൻടു RT എന്ന് എഴുതാം. സിമിലർലി PB ഈക്വൽ ടു CBRT ആണ്. That means concentration of B into RT. കണ്ടോ? ഇനി അതേപോലെ തന്നെ PC എന്ന് പറഞ്ഞാലോ, PC എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് C into RT. PC equal to CC into RT. അതായത് കോൺസെൻട്രേഷൻ ഓഫ് C into RT എന്ന് എഴുതാം. Similarly, PD is equal to concentration of D into RT equal to കോൺസെൻട്രേഷന്റെ ചിഹ്നം D into RT എന്ന് എഴുതാം. ഓക്കെ,
അപ്പൊ പി എ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി, പി ബി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി, പി സി കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി, പി ഡി കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി. ഇത്രയും കിട്ടി. അത് കെ പിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ കെ പി ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ പി സി റൈസ് ടു സിക്ക് പകരം എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് സി ആർ ടി റൈസ് ടു സി എന്ന് എഴുതും. പി സിക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി റൈസ് ടു സി എന്ന് എഴുതും. പി ഡിക്ക് പകരം എന്ത് എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ്, പി ഡിക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് ഡി ആർ ടി ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി ഓൾ റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പി എക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി ഓൾ റൈസ് ടു എ, അതുപോലെ ബി ബിക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് ബി ആർ ടി ഹോൾ റൈസ് ടു ബി എന്ന് എഴുതാം. കണ്ട, പി എക്ക് പകരം പി സി, പി ഡി, പി എ, പി ബി, ഇവർക്ക് ഈ വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ക്ലിയർ? ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കാം. സി റൈസ് ടു സി ആർ ടി റൈസ് ടു സി എന്ന് എഴുതാം, അതുപോലെ ഡി റൈസ് ടു ഡി ആർ ടി റൈസ് ടു ഡി എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ആർ ടി റൈസ് ടു എ എന്ന് എഴുതാം. ദെൻ ബി റൈസ് ടു ബി ആർ ടി റൈസ് ടു ബി. ഇതായിരിക്കും ഏതാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ. സിയും ഡിയും എയും ബിയും അടുപ്പിച്ച് എഴുതാറുണ്ട്. ഇപ്പൊ എന്തായി, സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ഡിവൈഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി എന്ന് എഴുതാം, ഇൻറ്റു ഇവിടെ ആർ ടി റൈസ് ടു സി ആർ ടി റൈസ് ടു ഡി എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആർ ടി റൈസ് ടു എം പ്ലസ് എൻ ആയി, ഡിവൈഡഡ് ബൈ ഇവിടെ ആർ ടി റൈസ് ടു എ ഇൻറ്റു ആർ ടി റൈസ് ടു ബി എന്തായി, ആർ ടി റൈസ് ടു എ പ്ലസ് ബി എന്നായി. കണ്ടല്ലോ. ഇനി ആർ ടി റൈസ് ടു എം പ്ലസ് എൻ സി പ്ലസ് ഡി എന്നാട്ടോ, എം പ്ലസ് എന്ന റിലേഷൻ ആണ് സി പ്ലസ് ഡി, ആർ ടി റൈസ് ടു സി പ്ലസ് ഡി. ഇനി സി പ്ലസ് ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്, എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് എഴുതിയിരിക്കുന്നു. ക്ലിയർ? ഇപ്പൊ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ ആണ്. അതായത് ഇങ്ങനെ എഴുതാം. ഇനി ഒരു മാറ്റം ഇവിടെ, സി റൈസ് ടു സി ഡി റൈസ് ടു ഡി ബൈ എ റൈസ് ടു എ ബി റൈസ് ടു ബി എന്താ, കെ സി ആണ്. കെ സി ഇൻറ്റു ആർ ടി ഹോൾ റൈസ് ടു ദി സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നായി. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ ആ രൂപത്തിലായി. ഇനി സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്ട്സ്, എ പ്ലസ് ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. ഇവരെ നമ്മുടെ ഡിഫറൻസിനെ ഡെൽറ്റ എൻ എന്നാണ് കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? ഡെൽറ്റ എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷൻ കിട്ടി, കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ കിട്ടി. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. അതായത് ഇങ്ങനെ എഴുതാം, കെ പി ഈക്വൽ ടു കെ സി ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, കെ പി ഈക്വൽ ടു കെ സി ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ ആണ്. ക്ലിയർ? ഇവിടെ എഴുതാം, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ഓൾ റൈസ് ടു ഡെൽറ്റ എൻ എഴുതാം. ഇതാണ് റിലേഷൻ. ഇനി ഡെൽറ്റ എൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്ട്സ് ആണ്. അപ്പോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്ട്സ്, ഗേഷ്യസ് ഗ്യാസായ പ്രൊഡക്റ്റുകൾ മാത്രം, മൈനസ് അതുപോലെ തന്നെ ഗേഷ്യസ് ആയ റിയാക്ടൻസ്. മനസ്സിലായത്? അപ്പൊ ഗേഷ്യസ് പ്രൊഡക്ട്സ് മൈനസ് ഗേഷ്യസ് റിയാക്ടന്റ് ആണ് ഏതാ ഡെൽറ്റ എന്ന് പറയുന്നത്. കെ പി equilibrium constant based on partial pressure, Kc equilibrium constant based on concentration, RT R gas constant, T temperature, delta N is the number of moles of gaseous products minus number of moles of gaseous reactants. മനസ്സിലായില്ലേ? ഇതാണ് Kp gas relation. 3 മാർക്ക്. എന്താ പറയാം? Consider a reaction involving gases at equilibrium. AA plus BB equilibrium, CC plus BB. Kp expression, Kc expression, Kp expression. According to ideal gas equation, PV equal to nRT, P equal to nRT by V, N by V equal to concentration. Then PA equal to concentration of ART, PB equal to concentration of BRT, PC concentration of CRT, PD concentration of DRT. Substitute ചെയ്തു. എന്ത് കിട്ടി?
Kp equal to Kc into RT whole raised to delta n എഴുതി. Delta എന്ന് പറഞ്ഞാൽ number of moles of gaseous products minus number of moles of gaseous reactants. പരീക്ഷ ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. Okay, then next question. Give the relationship between Kp and Kc for the reaction given below. താഴെ കൊടുത്തിരിക്കുന്നത് Kp Kc തമ്മിലുള്ള ബന്ധം എഴുതാനാണ്. നോക്കൂ, നമുക്കറിയാം ഇക്വേഷൻ Kp ഈക്വൽ ടു എന്താ, Kc ഇൻറ്റു RT ഹോൾ റൈസ് ടു ഡെൽറ്റ n ആണ്. അപ്പൊ ഇതില് ഡെൽറ്റ n ആണ് ആദ്യം കാണുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്ട്സ് ഏതൊക്കെയാ, 2 + 1, 2 NO-യുടെ 2ഉം Cl2 ന്റെ 1ഉം 2 + 1 മൈനസ് ഗേഷ്യസ് റിയാക്ടന്റ് എത്രയാ, 2 മാത്രം, 2, അതായത് 3 - 2 ആണ് ഈക്വൽ ടു 1. then Kp is equal to Kc into RT whole raised to 1, that is Kp greater than Kc. ഇതാണ് റിലേഷൻ. Kp equal to Kc RT raised to 1 എന്ന് പറഞ്ഞാൽ എന്താ, Kc യെ ഒരു RT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുള്ളൂ, Kp കിട്ടുള്ളൂ. അപ്പൊ Kp ആണ് വലുത്. Kp greater than Kc എന്നാണ് റിലേഷൻ. കണ്ടോ? ഓക്കെ, 2 മാർക്കാണ് ഇത്ര എഴുതിയിരിക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? അടുത്തത് for the equilibrium 2NOCl gives 2NO plus Cl2. The value of equilibrium constant Kp is 1.8 into 10⁻⁻² at 500 Kelvin. Calculate Kc of this reaction at the same temperature. സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് Kp ഈക്വൽ ടു എന്താണ്, Kc ഇൻറ്റു RT ഹോൾ റൈസ് ടു ഡെൽറ്റ n ആണ്. ഫസ്റ്റ് ഡെൽറ്റ n കാണണം. ഡെൽറ്റ n കാണാൻ 2 + 1 3, 3 - 2 ഇപ്പൊ കണ്ടോളൂ നമ്മൾ, 3 - 2 എന്ന് കിട്ടും, 1 ആയി. then എന്ത് എഴുതാം, Kp ഈക്വൽ ടു Kc RT റൈസ് ടു 1 ആണ്. Kc RT റൈസ് ടു 1. then Kc ഈക്വൽ ടു Kp by RT എന്നാണ്. ഈക്വൽ ടു Kp യുടെ വാല്യൂ എത്രയാ, 1.8 into 10⁻⁻² by RT. R ന്റെ വാല്യൂ എത്രയാ, R ന്റെ വാല്യൂ 0.0821 ആണ്, ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ, 500. കണ്ടോ? ഇത്രയും ചെയ്താൽ എന്ത് കിട്ടും, Kc കിട്ടും. ഡാഷ് ആണ് യൂണിറ്റിന്റെ, കേട്ടോ? ഇതായിരിക്കും ആൻസർ. ഇനി 1.8 into 10⁻⁻² divided by 0.0821 into 500 ആണ്. ചെയ്ത് കണ്ടുപിടിക്കുക. 10⁻⁻² പോയിന്റ് ഇട്ടാൽ മതി താഴെ. ഇവിടെ 0.018 എന്ന് എഴുതിയാൽ മാത്രം മതി, കേട്ടോ? എന്നിട്ട് ചെയ്തോളുക, കണ്ടുപിടിച്ചോളുക. സിമ്പിൾ ആണ്. ഓക്കെ, then examine the chemical equilibrium. ചുവടെ കൊടുത്തിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയം പരിശോധിക്കുക എന്നാണ്. ഈ അതിന്റെ മലയാളം രാസസന്തുലനം എന്നൊക്കെ പറയാനാണ് നോക്കാം. 4NH3 plus 5O2 gives 4NO plus 6H2O. Write the expression for the equilibrium constant Kc for the above equilibrium. അതുപോലെ എഴുതിയിട്ടുണ്ട്. ആദ്യം എഴുതി Kc യുടെ ഇക്വിലിബ്രിയം എഴുതി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതി 4NO raised to 4 into H2O raised to 6 by NH3 raised to 4 into O2 raised to 5 എഴുതി. What happens to Kc if the balanced equation is multiplied throughout a factor 2? ഈ ഇക്വേഷൻ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത്രേ ഉള്ളൂ. K' C is equal to Kc square എന്നാണ് ആൻസർ, കേട്ടോ? ഇതിന് എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Kc യുടെ സ്ക്വയർ എന്നാവും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Kc raised to 3 എന്നാവും. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Kc raised to 4. ഇനി ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Kc raised to 1/2. ക്ലിയർ? അപ്പൊ ആൻസർ എന്താണ്? K' C equal to Kc square എന്നാണ് ആൻസർ. അപ്പോ റിയാക്ഷൻ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റൈസ് ടു a number. Okay? Then equilibrium constant helps in predicting the direction in which the given reaction will proceed at any stage. നമ്മൾ ചെയ്താണത് ഓർക്കണ്ടോ? QC നോക്കുക. In which one of the following conditions a chemical reaction proceeds in the forward direction? കെമിക്കൽ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നപ്പോഴാ QC എന്ന് പറയുന്ന റിയാക്ഷൻ കോഷ്യന്റ് ആണ്. എപ്പോഴത് റിയാക്ടന്റുകൾ ഹൈ ആവുമ്പോഴാണ്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഗ്രേറ്റർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വരുമ്പോഴാണ് റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. അതെപ്പോഴാണ് വരുന്നത്? QC ലെസ് ദാൻ KC വരുമ്പോൾ, കേട്ടോ? QC KC കുറവാണെങ്കിലാണ് ഇത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ 2 ആണ് ആൻസർ. 1 ആണ് ആൻസർ. QC ലെസ് ദാൻ KC. ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ റിയാക്ടന്റ് ഹൈ ആയിരിക്കണം, അപ്പൊ QC കുറവായിരിക്കണം. അപ്പൊ QC ലെസ് ദാൻ KC ആണ്.
Write whether the following statements true or false. ശരിയോ തെറ്റോ? High value of equilibrium constant suggests high concentration of the reactants in the equilibrium mixture. High value of equilibrium constant മീൻ ചെയ്യുന്നത് ഹൈ വാല്യൂ ഓഫ് റിയാക്ടന്റ് ആണ് ഇക്വിലിബ്രിയം മിക്സറിൽ. ശരിയാണോ? തെറ്റാണ്. കാരണം എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു Kc is the ratio of the product by എന്താണ് റിയാക്ടന്റ് ആണ് കോൺസെൻട്രേഷൻ. കേട്ടോ? പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് ആണ്. അപ്പൊ Kc is directly proportional to product and inversely proportional to reactant ആണ്. അപ്പൊ ഹൈ വാല്യൂ ഓഫ് Kc റെപ്രസെന്റ് ചെയ്യുന്ന ഹൈ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ആണ് ആൻസർ. ക്ലിയർ? അപ്പൊ ഹൈ വാല്യൂ ഓഫ് Kc റെപ്രസെന്റ്സ് ഹൈ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ലേ ഷാർട്ടിയർ പ്രിൻസിപ്പിൾ. ലേ ഷാർട്ടിയർ പ്രിൻസിപ്പിൾ ശരിക്കും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ തന്നിട്ടില്ല, പക്ഷെ അത് ചോദിക്കും കേട്ടാ. കാരണം ഫോക്കസ് ഏരിയ വിട്ട് 40% ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. അങ്ങനെയാണ് ഡബിൾ ക്വസ്റ്റ്യൻ നേരത്തെ വരുന്നത് കേട്ടോ. അപ്പൊ ലേ ഷാർട്ടിയർ പ്രിൻസിപ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇക്വിലിബ്രിയത്തിലേക്ക് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്താൽ ആ ചേഞ്ച് ഇല്ലാതാക്കാൻ വേണ്ടി സിസ്റ്റം ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. ഇതാണ് ലേ ഷാർട്ടിയർ പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ എന്താണോ കൂടിയത് അത് ഇല്ലാതാക്കാൻ വേണ്ടി അതെന്ത് ചെയ്യും? ഒരു റീ അറേഞ്ച്മെന്റ് നടത്തും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേ ഷാർട്ടിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Clear? When a system at equilibrium is subjected to a change in temperature, pressure or concentration, the system readjusts itself to nullify the effect of the change. Clear? When a system at equilibrium is subjected to a change in temperature, pressure or concentration, the system readjusts itself to nullify the effect of the change. ആ ചേഞ്ച് ഇല്ലാതാക്കാൻ വേണ്ടി അവരൊരു റീ അറേഞ്ച്മെന്റ് നടത്തും. ഇതാണ് ലേ ഷാർട്ടിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, ദെൻ അപ്ലൈയിങ് ദിസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് പ്രഷർ ഇൻ ദ ഫോളോവിംഗ് ഇക്വിലിബ്രിയം. CO plus 3H2, CO plus 3H2 എല്ലാം ഗ്യാസ് ആണ്. CO ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇക്വിലിബ്രിയം CH4 ഗ്യാസ് പ്ലസ് H2O ഗ്യാസ് എന്നാണ്. കണ്ടാ? ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. CO ഗ്യാസ്, 3H2 ഗ്യാസ്, CH4 ഗ്യാസ്, H2O ഗ്യാസ്. കണ്ടല്ലോ? ഈ സിസ്റ്റത്തിലെ പ്രഷറിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടിയാൽ പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രഷർ ഹൈ പ്രഷർ ആണെങ്കിൽ വോളിയം കൂട്ടിയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പ്രഷർ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വോളിയം കൂട്ടണം. ഓക്കെ, അപ്പൊ ആ രൂപത്തില് അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ, നമ്പർ ഓഫ് മോൾസ് കുറച്ചാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദി എഫക്ട് ഓഫ് പ്രഷർ. അപ്പൊ പ്രഷർ ഹൈ ആവുകയാണെങ്കിൽ ഇവിടെ നമ്പർ നോക്കുക. ഇത് 1, ഇത് 3, മൊത്തം 4 മോൾസ് റിയാക്ടന്റ് സൈഡില്. പ്രൊഡക്റ്റ് സൈഡില് 1-2 മോൾസേ ഉള്ളൂ. ക്ലിയർ? അപ്പോ when pressure increases, clear, when pressure increases number of moles decreases. clear? അപ്പൊ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? 4 എന്നുള്ളത് 2 ആയിട്ട് മാറണം. എന്ന് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം പ്രഷർ കൂടിയാൽ എന്ത് ചെയ്യണം? വോളിയം വലുതാക്കിയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വോളിയം വലുതാവില്ല, ഇത് ക്ലോസ്ഡ് കണ്ടെയ്നറാ. അപ്പൊ അതുകൊണ്ട് നമ്പർ കുറയ്ക്കാൻ അവർക്ക് വഴിയുള്ളൂ. അപ്പൊ പ്രഷർ കൂടിയാൽ നമ്പർ കുറയും. ക്ലിയർ? അപ്പൊ വെൻ പ്രഷർ ഇൻക്രീസസ് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ്. പ്രഷർ ഇൻക്രീസസ്, ഓർത്തിരിക്കുക, നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. മനസ്സിലായില്ലേ? വെൻ പ്രഷർ ഇൻക്രീസസ് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ആൻഡ് ഹെൻസ് ദി forward reaction increases. Clear ആയിട്ടുള്ളത്? 1 mark question. Sorry, 2 plus 1 3 mark question ആണ്. Okay.